Hello, good morning. Today we are going to discuss about high pressure processing of foods. High pressure processing is a non-thermal preservation of foods where foods are sterilized or pasteurized by means of high pressure, about 900 megapascals, to kill many of the microorganisms found in foods. ഹൈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ അൾട്രാ ഹൈ പ്രഷർ പ്രോസസ്സിംഗ് എന്നും ഒരു പേരും കൂടി ഉണ്ട് ഈ HPP അല്ലെങ്കിൽ ഹൈ പ്രഷർ പ്രോസസ്സിങ്ങിന്. ഇത് ഒരു നോൺ തെർമൽ പ്രിസർവേഷൻ മെത്തേഡ് ആണ്. ഇവിടെ ഫുഡ്സ് സ്റ്റെറിലൈസ് ചെയ്യുകയും പാസ്റ്ററൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വിതൗട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ആണ്. അതുകൊണ്ടിട്ട് തന്നെ ബെറ്റർ ന്യൂട്രിയന്റ് റിറ്റൻഷനും അതുപോലെ തന്നെ ഫ്ലേവറും കളർ മോളിക്യൂൾസിന്റെ ഒക്കെ ഡിഗ്രഡേഷനും വിറ്റമിൻ ഡിഗ്രഡേഷനും ഒന്നും ഉണ്ടാകാതെ തന്നെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഫുഡിനെ സ്റ്റെറിലൈസ് അല്ലെങ്കിൽ പാസ്റ്ററൈസ് ചെയ്തെടുക്കാം. HPP uses up to 900 megapascal to kill many of the microorganisms found in foods. അതായത് സ്പോയിലേജ് പതോജനിക് ആയിട്ടുള്ള മൈക്രോബ്സിനെ ഒക്കെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു 900 megapascal പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സ്റ്റെറിലിറ്റി അറ്റൈൻ ചെയ്യുവാണ്. When high pressures up to 1000 megapascals are applied to packages of foods that are submerged in a liquid, the pressure is distributed instantly and uniformly throughout the food. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ഒരു 1000 മെഗാപാസ്കൽസ് ഒക്കെ ഫുഡിലെ പ്രഷർ നമ്മൾ പാക്കേജ്ഡ് ഫുഡ്സിൽ, ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പാക്കേജ്ഡ് ഫുഡ്സിനും നമുക്ക് ഈ HPP ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ഒരു 1000 മെഗാപാസ്കൽ പാക്കേജ് ഫുഡ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പ്രഷറൈസിങ് മീഡിയം ഉണ്ട്, യൂഷ്വലി വാട്ടർ ഒക്കെയാണ്. അതിനകത്ത് നമ്മൾ ഈ പാക്കറ്റ്സ് സബ്മർജ് ചെയ്തിട്ട് ഐസോസ്റ്റാറ്റിക് പ്രഷർ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഐസോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ആയിട്ട് ഓൾ സൈഡ്സിൽ നിന്നും പ്രഷർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഐസോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. HPP യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്രഷർ, അതായത് എക്യുപ്മെന്റ് സീരീസ് കൺസിസ്റ്റ് ഓഫ് എ പ്രഷർ വെസൽ ആൻഡ് പ്രഷർ ജനറേറ്റിംഗ് ഡിവൈസ്. ഒരു പ്രഷറൈസ്ഡ് ഡിവൈസ് ഉണ്ട്, ഒപ്പം തന്നെ ഒരു പ്രഷർ ജനറേറ്റിംഗ് ഡിവൈസ്. അത് യൂഷ്വലി ഒരു പമ്പ് ആയിരിക്കും ഈ പ്രഷർ ജനറേറ്റിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രഷറൈസ്ഡ് വെസൽ ഉണ്ട്, ഒരു കണ്ടെയ്നർ. ഫുഡ് പാക്കേജസ് ആർ ലോഡഡ് ഓൺ ടു ദ വെസൽ ആൻഡ് ദി ടോപ്പ് ഈസ് ക്ലോസ്ഡ്. ആ വെസലിനകത്തോട്ടിട്ട് നമ്മുടെ ഫുഡിന്റെ പാക്കേജസ് ലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ അതിന്റെ ലിഡ് ക്ലോസ് ചെയ്യുന്നു. ദെൻ ദ പ്രഷർ മീഡിയം യൂഷ്വലി വാട്ടർ ഈസ് പംപ്ഡ് ഇൻ ടു ദ വെസൽ ഫ്രം ദ ബോട്ടം. അപ്പം ബോട്ടത്തിൽ നിന്നും ആ പ്രഷർ മീഡിയം യൂഷ്വലി വാട്ടർ പമ്പ് ചെയ്യുന്നു ഈ കണ്ടെയ്നറിലോട്ട്. വൺസ് ദ ഡിസൈഡ് പ്രഷർ ഈസ് റീച്ച്, ദ പമ്പിംഗ് ഈസ് സ്റ്റോപ്പ്, വാൽവ്സ് ആർ ക്ലോസ്ഡ്. പ്രഷർ ക്യാൻ ബി മെയിൻറ്റെയിൻഡ് വിത്തൗട്ട് ഫർദർ നീഡ് ഫോർ എനർജി ഇൻപുട്ട്. അതായത് നമ്മളൊരു പ്രഷറിൽ ഇതിനകത്തോട്ട് വാട്ടർ പമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രഷറൈസിങ് മീഡിയം ആണ് ഇവിടെ വാട്ടർ എന്ന് പറയുന്നത്. ഒരു ലിക്വിഡ് പ്രഷർ നമ്മൾ പറഞ്ഞു 900 ഒക്കെ ആണെങ്കിൽ കുറച്ച് പതോജനിക് സ്പോയിലേജ് മൈക്രോബ്സിനെ ഒക്കെ കിൽ ചെയ്യാം. പിന്നെ ഇൻ ദ കേസ് ഓഫ് പാക്കേജ്ഡ് പ്രൊഡക്ട്സ് 1000 മെഗാപാസ്കലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ അത്രയും കൂടിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഈ പ്രഷറൈസിങ് മീഡിയത്തിന്റെ പമ്പിങ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു ഹോൾഡിംഗ് ടൈം കൊടുക്കുകയാണ്. ദ പ്രിൻസിപ്പൽ അണ്ടർലൈൻ HPP is that the high pressure is applied in an isostatic manner such that all regions of food experience a uniform pressure, unlike a heat processing where temperature gradients are established. അതായത് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത് ഫുഡിനെ പാസ്റ്ററൈസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിനൊരു തെർമൽ കോർ കാണാം. അതായത് ഇതിന്റെ സെന്ററിലൊക്കെ ഫുഡിന്റെ ആ ഹീറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ എത്താൻ കുറച്ച് ടൈം എടുക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഐസോസ്റ്റാറ്റിക് പ്രഷർ നമ്മളിവിടെ HPPയിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും യൂണിഫോം ആയിട്ടായിരിക്കും ആ പ്രഷർ വേരിയേഷൻ ഫുഡിൽ എത്തുന്നത്. യൂണിഫോം ആയിട്ടായിരിക്കും പ്രഷർ അപ്ലൈ ചെയ്യുന്നത് ഓൾ സൈഡ്സിൽ നിന്നും. അപ്പോഴത്തേക്കും ഇൻ ദ കേസ് ഓഫ് ഹീറ്റ് പ്രോസസിംഗ് വേർ ടെമ്പറേച്ചർ ഗ്രേഡിയൻസ് ആർ എസ്റ്റാബ്ലിഷ്, അതായത് അതാണ് ടെമ്പറേച്ചർ അതിന്റെ സർഫസ്. ഇപ്പൊ കൺവെക്ഷനും കണ്ടക്ഷൻ വഴിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഒരു കൺവെൻഷൻ ഹീറ്റ് ട്രീറ്റ്മെന്റിൽ നമ്മുടെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ചെല്ലുന്നത്. അപ്പോഴേക്കും ടെമ്പറേച്ചർ ഗ്രേഡിയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതായത് അതിന്റെ സർഫസിൽ ഒരു ടെമ്പറേച്ചർ, ഇന്റർണൽ കോറിൽ ഒരു ടെമ്പറേച്ചർ, അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇത് ഇൻ ദ കേസ് ഓഫ് HPP ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഐസോസ്റ്റാറ്റിക് മാനറിലായിരിക്കും പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഫുഡ് എക്സ്പീരിയൻസസ് പ്രഷർ ഫ്രം ഓൾ റീജിയൻസ് ഇൻ യൂണിഫോം മാനർ. ഇതാണ് അതിന്റെ യൂണിറ്റ്. എക്യുപ്മെന്റ് കൺസിസ്റ്റ് ഓഫ് മെയിൻ കമ്പോണൻസ് ഓഫ് ഹൈ പ്രഷർ സിസ്റ്റം ആർ എ പ്രഷർ വെസൽ ആൻഡ് ഇറ്റ്സ് ക്ലോഷർ. ഒരു പ്രഷർ വെസൽ ഉണ്ട്, അതിന്റെ ലിഡ് ഉണ്ട്. പിന്നെ നോക്കിക്കേ പ്രഷർ ജനറേഷൻ സിസ്റ്റം യൂഷ്വലി ഒരു പമ്പാണ്. അതുപോലെ തന്നെയുണ്ട് ഹൈ പ്രഷർ മീഡിയം ടാങ്ക് ഉണ്ട്, ഇതിനകത്താണ് നമ്മൾ വാട്ടർ കണ്ടെയ്ൻ ചെയ്തേക്കുന്നത്. പിന്നെ ഒരു പ്രഷർ ഇന്റൻസിഫയർ ഉണ്ട്, അതിന് യൂഷ്വലി പമ്പാണ്. പിന്നെ അതിന്റെ പ്രഷർ വെസലിന് ഒരു ലിഡ് ഉണ്ട്. പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ഡിവൈസും ഒപ്പം തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. പിന്നെ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ആ ടെമ്പറേച്ചർ
ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് സിസ്റ്റം. പിന്നുള്ളതാണ് വെസലിന് ബോള്, അതുപോലെ കിസ്റ്റൺ വെച്ച് അതിന്റെ ലിഡ് ക്ലോസ് ചെയ്യുന്നതും ഒക്കെയാണ്. അതായത് പ്രഷർ അപ്ലൈ ചെയ്യുന്നതിന് പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് അവിടെ ഫിക്സ്റ്റഡ്. പിന്നെ ഇതിന്റെ നോക്കി പാക്കേജ്ഡ് ഫുഡ്സ് പ്രഷർ വെസലിനകത്ത് സബ്മർജ് ചെയ്തിടുവാണ്. വാട്ടർ ആണ് ഇവിടുത്തെ പ്രഷറൈസിങ് മീഡിയം. അപ്പൊ പ്രഷർ വെസലിനകത്ത് പ്രഷറൈസിങ് മീഡിയം നമ്മൾ പമ്പ് ചെയ്യുന്നു, ഒപ്പം തന്നെ ഫുഡിന്റെ പാക്കേജസ് ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ലിഡ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രഷറിനകത്തോട്ട് പ്രഷർ ഇൻഡെക്സിഫയർ ഉപയോഗിച്ചിട്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്. 1000 മെഗാപാസ്കൽ അല്ലെങ്കിൽ 900 മെഗാപാസ്കൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഐസോസ്റ്റാറ്റിക് പ്രഷർ, അതായത് യൂണിഫോം ആയിട്ട് ഓൾ സൈഡ്സിൽ നിന്നും പ്രഷർ അപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. What are the applications of HPP? Used in pasteurization and sterilization of fruit and food products, such as pickles, yogurt, pasteurization of meat and vegetables, decontamination of high-risk products, high-value products, sterilization of heat-sensitive ingredients like shellfish, flavorings, vitamins, etc. ഇതൊക്കെയാണ് ജനറലി ഇതിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. Then what are the advantages of HPP? It kills vegetative bacteria and spores. അതായത് എൻഡോസ്കോപ്പ് ഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയനെ സ്പോർസിനെയൊക്കെ കിൽ ചെയ്യുന്നുണ്ട്. There is no evidence of toxicity. Reduced processing time. Processing time കുറച്ച് മതി. അതുപോലെ തന്നെ ഇതിനകത്ത് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ടോക്സിക് കോമ്പോണൻസ് ഒന്നും ഈ ഹൈ വോൾട്ടേജ് ആർക്ക് ഡിസ്ചാർജ് പോലെയൊന്നും ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിൽ ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ, അയോൺസിന് അങ്ങനത്തെ ഒന്നും ഇതിനകത്തില്ല. നോ എവിഡൻസ് ഓഫ് ടോക്സിസിറ്റി. പിന്നെ ഫ്രഷ്നെസ്, ഫ്ലേവർ, ന്യൂട്രിയൻസ്, കളർ ആൻഡ് ടേസ്റ്റ് ആർ റെറ്റൈൻ. Uniformity of treatment throughout the food is achieved and elimination of chemical preservatives. നമുക്ക് ഇതിനകത്ത് കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഫുഡിനെ സ്റ്റെറൈൽ ആക്കാം. ഇമ്പാക്ട് പ്രോസസിംഗ് ഈസ് പോസിബിൾ ആൻഡ് ലോ എനർജി കൺസംപ്ഷൻ. ഇതൊക്കെയാണ് ഈ HPPയുടെ ഒരു അഡ്വാൻറ്റേജ്. ന്യൂട്രിയന്റ് റിറ്റൻഷനും വിറ്റമിൻ റിറ്റൻഷനും ഒക്കെ നടക്കുന്നതോട് കൂടിയിട്ടുള്ള ഒരു എന്താ പറയണേ, ഒരു അഡ്വാൻറ്റേജ് കൂടുതലുള്ള ഒരു നോൺ തെർമൽ ആയിട്ടുണ്ട്. ഹീറ്റ് എനർജിയുടെ ജനറേഷൻ ഇല്ലാത്തതുകൊണ്ട് നോൺ തെർമൽ പ്രിസർവിംഗ് ഫുഡാണ് ഈ HPP അല്ലെങ്കിൽ ഹൈ പ്രഷർ പ്രോസസ്സിംഗ്. താങ്ക് യു.